നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. ഓർമ്മകളിൽ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി പുതുക്കാട് പോലീസും നന്ദിക്കര GVHSS SPC യൂണിറ്റും. ₹1 കോടി ചിലവിൽ നിർമ്മിക്കുന്ന പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ആമ്പല്ലൂർ സെന്ററിൽ ലോറിയുടെ സൈഡിൽ സ്കൂട്ടർ തട്ടി അപകടം. വരന്തരപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ഒല്ലൂരിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. വിശദമായ വാർത്തകളിലേക്ക്. കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റി നടത്തിയ ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് രാജു തളിയപ്പറമ്പിൽ അധ്യക്ഷനായിരുന്നു. ഷാജു കാളിയങ്കര, KJ ജോജു, PD ജെയിംസ്, വർഗീസ് തെക്കേത്തല, ജസ്റ്റിൻ ആറ്റുപുറം, സച്ചിൻ ഷാജു, രതി ബാബു, പ്രീതി ബാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ച് കോൺഗ്രസ് തൃക്കൂർ മണ്ഡലം കമ്മിറ്റി. മണ്ഡലം പ്രസിഡന്റ് സന്ദീപ് കണിയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അനുസ്മരണ ചടങ്ങിൽ പോൾസൺ തെക്കും പീടിക, വിൽസൺ ആറ്റുപുറം, ഷെന്നി ആന്റോ പനോക്കാരൻ, ടോമി കൊള്ളിക്കുന്നേൽ, മോഹനൻ തൊഴുക്കാട്ട്, സൈമൺ നമ്പാടൻ, പ്രീബനൻ ചുഡ്ഡേലപ്പറമ്പിൽ, ഷാൻഡോ തറയിൽ, ലിസി ജോൺസൺ, പോളി അവിട്ടത്തുകാരൻ, ഈപ്പൻ കരിയാട്ടിൽ, അഖിൽ S മേനോൻ എന്നിവർ സന്നിഹിതരായി. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ 150ാം ജന്മദിനവും കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. അനുസ്മരണ സമ്മേളനം DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലൂപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. ലിൻഡോ പള്ളിപ്പറമ്പൻ, തങ്കമണി മോഹനൻ, സിജിൽ ചന്ദ്രൻ, ലിനോ മൈക്കിൾ, ഭഗവത് സിംഗ് എന്നിവർ പ്രസംഗിച്ചു. നന്ദകുമാർ കോരപ്പത്ത്, മുരളി വെട്ടിയാട്ടിൽ, മാർട്ടിൻ ജോർജ്, ജോയ് പുരയിടം, ചന്ദ്രൻ പാണ്ടാരി തുടങ്ങിയവർ നേതൃത്വം നൽകി. അളഗപ്പ നഗറിൽ കോൺഗ്രസ് പ്രവർത്തകർ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ചരമവാർഷികവും സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനവും ആചരിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആന്റസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലക്കൽ, KK ഹരിദാസ്, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജിജോ ജോൺ, സനൽ മഞ്ഞളി, ജോസി ജോണി, ദിനിൽ പാലപ്പറമ്പിൽ, ഹരിദാസ്, പിന്റോ മഞ്ഞളി, TT ബെന്നി, ടിജോ കിഴക്കൂടൻ, ജോസ് പ്രകാശ്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോസ്മേരി ജെയിംസ്, വനജ വിജയൻ തുടങ്ങിയവർ സന്നിഹിതരായി. ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി പുതുക്കാട് പോലീസും നന്ദിക്കര GVHSS SPC യൂണിറ്റും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനത്തിൽ രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതുക്കാട് പോലീസ് സ്റ്റേഷനും നന്ദിക്കര GVHSS SPC യൂണിറ്റും സംയുക്തമായി ലഹരിക്കെതിരെ കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. തൃശൂർ റൂറൽ അഡീഷണൽ SP TS സിനോജ് കൂട്ടയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു. പുതുക്കാട് SHO A ആദം ഖാൻ, ഡ്രിൽ ഇൻസ്ട്രക്ടർ EC യദുകൃഷ്ണൻ, സീനിയർ അധ്യാപകരായ K ശ്രീലത, സമീന തോമസ്, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMSC ചെയർമാൻ CK സുദേവൻ, MPTA പ്രസിഡന്റ് വിദ്യാമാധവൻ എന്നിവർ പ്രസംഗിച്ചു. CPOമാരായ AU ഷിഹാബുദ്ദീൻ, MK പ്രീത, ഡോക്ടർ സുധീർ രാമചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന സർക്കാരിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ ഉൾപ്പെടുത്തി ₹1 കോടി ചിലവിൽ നിർമ്മിക്കുന്ന പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അൽജോ പുളിക്കൻ, EK സദാശിവൻ, ബ്ലോക്ക് അംഗം സതി സുധീർ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര, പ്രധാനാധ്യാപിക MP ബിന്ദു, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പാൾ CJ ബിന്ദു, PTA ഭാരവാഹികൾ എന്നിവർ പ്രസംഗിച്ചു. 2 നിലകളിലായി പ്രൈമറി ക്ലാസ് മുറികൾ, ലൈബ്രറി, സയൻസ് ലാബ്, സ്റ്റേജ് തുടങ്ങിയവയുടെ നിർമ്മാണമാണ് നടക്കുക. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു.
കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനമാണ് MLA നിർവഹിച്ചത്. KM ചന്ദ്രൻ അധ്യക്ഷനായി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ EK സദാശിവൻ, അൽജോ പുളിക്കൻ, ടെസി ഫ്രാൻസിസ്, EK സദാശിവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MR രഞ്ജിത്ത്, സജിത രാജീവൻ, പോൾസൺ തെക്കുംപീടിക, സതി സുധീർ, ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ സോണിയ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KC ജിനീഷ്, ഡോക്ടർ CK മിഥുൻ റോഷ്, ഡോക്ടർ PB വിനോദ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ N രാധിക എന്നിവർ പ്രസംഗിച്ചു. നമ്മുടെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇന്നു മുതൽ ഔദ്യോഗികമായി ഡയാലിസിസ് 3 ഷിഫ്റ്റായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി നാം തീരുമാനിക്കുകയാണ്. ഇവിടെ നേരത്തെ ഈ ഭരണസമിതി വന്നതിന് ശേഷം, കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് പുതുക്കാട് താലൂക്ക് ആശുപത്രിയുടെ നവീകരിച്ച ഡയാലിസിസിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും 2 ഷിഫ്റ്റ് ഡയാലിസിസ് തുറന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ താലൂക്ക് ആശുപത്രി, അതിന് ഏറ്റവും വലിയ നമ്മുടെ കിഫ്ബി എന്ന നിധിയാണ്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ബോർഡ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ അടിസ്ഥാന വികസനങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ഇതുപോലത്തുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് മാതൃകയാകുന്ന, രാജ്യത്തിന് മുന്നേ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആരോഗ്യ മേഖലയിലടക്കം. അങ്ങനെ നമ്മുടെ ഈ ഇന്നത്തെ സംസ്ഥാന കായികോത്സവത്തിൽ വ്യക്തിഗത ഇനത്തിലും ഗ്രൂപ്പ് ഇനത്തിലുമായി സ്വർണ്ണ മെഡൽ നേടിയ പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളെ മാനേജ്മെന്റും സ്റ്റാഫും PTA ചേർന്ന് ആദരിച്ചു. ഹയർ സെക്കൻഡറി +2 വിദ്യാർത്ഥികളായ മാനുവൽ ബൈജു ആർച്ചറി ഇന്ത്യൻ റിക്കവറി അണ്ടർ 90 വ്യക്തിഗത ഇനത്തിലും, ആൻഡോസ് E അന്തോണി VS ഋഷിൽ കൃഷ്ണ ബേസ്ബോൾ അണ്ടർ 90 ബോയ്സ് ഗ്രൂപ്പ് ഇനത്തിലും സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. +1 വിദ്യാർത്ഥിയായ ജോഹൻ ലിജോ ടെന്നീസ് അണ്ടർ 90 ബോയ്സ് 2ാം സ്ഥാനത്തിന് അർഹനായി. സോഫ്റ്റ് ബോൾ അണ്ടർ 90 ബോയ്സ് ഗ്രൂപ്പ് ഇനത്തിൽ ആൻഡോസ് അന്തോണി, VS ഋഷിൽ കൃഷ്ണ എന്നിവർ 3ാം സ്ഥാനം നേടി. കൂടാതെ സംസ്ഥാന കായികോത്സവത്തിൽ പങ്കെടുത്ത K റിച്ചാർഡ് ഫുട്ബോൾ അണ്ടർ 90 ബോയ്സ്, NJ ആൻമരിയ റോസ് ഹോക്കി അണ്ടർ 17 ഗേൾസ്, അതിഥി വി ദിനേശ് ഗോഗോ അണ്ടർ 17 ഗേൾസ്, ആദിത്യ കൃഷ്ണ ഫുട്ബോൾ അണ്ടർ 17 ബോയ്സ്, അലിസ്റ്റർ ലോവിൻ ബിനു വെയ്റ്റ് ലിഫ്റ്റിംഗ് 98 അണ്ടർ 17 എന്നിവരെയും ആദരിച്ചു. സ്കൂൾ കായികോത്സവത്തിലും സബ് ജില്ലാ തലത്തിലും റവന്യൂ തലത്തിലും സമ്മാനങ്ങൾ കരസ്ഥമാക്കിയവരെയും യോഗത്തിൽ അനുമോദിച്ചു. പ്രിൻസിപ്പാൾ ടോബി തോമസ് അധ്യക്ഷനായിരുന്നു. സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് സമ്മാന വിതരണം നടത്തി. സ്പോർട്സ് കൺവീനർ VO മിനി, PTA വൈസ് പ്രസിഡന്റ് AO ജോൺ, സീനിയർ അധ്യാപകനായ ബോബി പുതുക്കാടൻ, സ്റ്റാഫ് സെക്രട്ടറി CB ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. ആമ്പല്ലൂർ സെന്ററിൽ ലോറിയുടെ സൈഡിൽ സ്കൂട്ടർ തട്ടി അപകടം. സ്കൂട്ടർ യാത്രികനായ വരന്തരപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ആമ്പല്ലൂർ ദേശീയപാതയിൽ അടിപ്പാതയോട് ചേർന്ന് വെള്ളിയാഴ്ച രാവിലെ 10:30ഓടെയാണ് അപകടമുണ്ടായത്. വരന്തരപ്പള്ളി റോഡിൽ നിന്നും വന്ന സ്കൂട്ടർ യാത്രികൻ അടിപ്പാത മുറിച്ചു കടക്കുകയായിരുന്നു. ഇതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും ചാലക്കുടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറിയുടെ സൈഡിൽ തട്ടി മറിയുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇയാൾ ലോറിയുടെ അടിയിലേക്ക് വീഴാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. സാരമായി പരിക്കേറ്റ ഇയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനു സമീപം KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ കല്ലൂർ നെടിയേടത്ത് വീട്ടിൽ ഷെരീഫിനെ തൃശൂർ ജില്ലാ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. കല്ലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. കരയോഗം പ്രസിഡന്റ് P ശരത് ചന്ദ്രൻ പതാക ഉയർത്തി. സെക്രട്ടറി ജിഷ മോഹൻദാസ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കല്ലൂർ ബാബു, ഹിമ ഞാണൂർ, കൃഷ്ണകുമാർ അടാട്ട്, ശ്രീധരൻ ആമ്പിലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ പതാക ദിനം ആചരിച്ചു. സെക്രട്ടറി വിജയകുമാർ പതാക ഉയർത്തുകയും പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. പ്രസിഡന്റ് VV രാജേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, കമ്മിറ്റി അംഗങ്ങളായ രേഖ രാധാകൃഷ്ണൻ, ലീല ബാലകൃഷ്ണൻ, മധുകുമാരി, രാജൻ പുത്തൻവീട്ടിൽ, മധു കടമ്പാട്ട്, സുരേഷ് എടത്തൂട്ട് എന്നിവർ സന്നിഹിതരായി. കല്ലൂർ ഞെള്ളൂർ NSS കരയോഗത്തിന്റെ പതാക ദിനം ആചരിച്ചു.
കരയോഗം പ്രസിഡന്റ് മനോജ് പറങ്ങോടത്ത് പതാക ഉയർത്തി. സെക്രട്ടറി ഗംഗാധരൻ നമ്പിടിയാട്ടിൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കരിപ്പേരി രാമൻകുട്ടി, പങ്കജാക്ഷൻ തളിയക്കാട്ടിൽ, ദിലീപ്, സന്തോഷ്, വേണു, ആനന്ദകുമാർ, സലീഷ്, ജയ, സുജിത എന്നിവർ സന്നിഹിതരായി. പർപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് സമേതം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയോടനുബന്ധിച്ച് നന്ദിക്കര GVHS സ്കൂൾ സ്പോർട്സ് ക്ലബ് ടൈറ്റൻസുമായി സഹകരിച്ച് ലഹരിക്കെതിരെ മാരത്തോൺ മത്സരം സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സീനിയർ അധ്യാപകരായ K ശ്രീലത, സമീന തോമസ്, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, SMSC ചെയർമാൻ CK സുദേവൻ, MPTA പ്രസിഡന്റ് വിദ്യ മാധവൻ എന്നിവർ പ്രസംഗിച്ചു. 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ലിയോൺ, സത്യപ്രകാശ്, ആൻഡോസ്, പ്രാർത്ഥന, അഭിരാമി, പവിത്ര മനോജ് എന്നിവർക്ക് സമ്മാനങ്ങൾ നൽകി. പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനവും നൽകി. ഹെഡ്മിസ്റ്റേഴ്സ് KJ ബിജി അധ്യക്ഷത വഹിച്ച സമാപന ചടങ്ങിൽ PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ സമ്മാനദാനം നിർവഹിച്ചു. പ്രോഗ്രാം കൺവീനർ KR സുധീർ പ്രസംഗിച്ചു. എന്റെ നാട് എന്റെ വോട്ട്. തദ്ദേശ സ്ഥാപനങ്ങളുടെ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ ഭരണ പ്രതിപക്ഷ നേതാക്കൾ വിലയിരുത്തുന്നു. ഇന്ന് വരന്തരപ്പള്ളി പഞ്ചായത്തിൽ ഭരണപക്ഷത്തു നിന്നും LDFിനു വേണ്ടി പ്രസിഡന്റ് കലാപ്രിയ സുരേഷും UDF പ്രതിനിധി ജോജോ പിണ്ടിയാനും BJP പ്രതിനിധി VB അരുൺ എന്നിവർ NCTVയോടൊപ്പം ചേരുന്നു. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മുഴുവൻ വാർഡുകളിലും വികസനമെത്തിച്ച പ്രവർത്തനമായിരുന്നു ഭരണസമിതിയുടേതെന്ന് വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് പറഞ്ഞു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും തദ്ദേശ റോഡ് ഇനത്തിലും അതുപോലെ തന്നെ ഗ്രാമീണ റോഡുകളെല്ലാം തന്നെ നമുക്ക് ടാറിങ് ചെയ്തും കോൺക്രീറ്റിങ് ചെയ്തും ടൈൽ വിരിച്ചുമൊക്കെ വൃത്തിയാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് മൊബൈൽ ക്രെമറ്റോറിയം എന്ന ആശയം വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കിയത്. അതിനുശേഷം മറ്റു പഞ്ചായത്തുകൾ നമ്മുടെ ഈ ആശയത്തിനോട് യോജിച്ച് ഇപ്പോൾ എല്ലാവരും മൊബൈൽ ക്രെമറ്റോറിയം വാങ്ങിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. 400-ലധികം കുടുംബങ്ങൾക്ക് തലച്ചായ്ക്കാൻ ഒരിടം എന്നുള്ള ഒരു കൺസെപ്റ്റോടുകൂടി ത്രിതല പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയും നേതൃത്വം നൽകിയ ലൈഫ് പദ്ധതിയിലൂടെ 700ഓളം വീടുകൾ നമുക്ക് അഭിമാനകരമായി തന്നെ എടുത്തു പറയാവുന്ന ഒരു കാര്യമാണ്. 700ഓളം വീടുകൾ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലൈഫ് PMAY പദ്ധതിയിലൂടെ സ്വന്തമായി തലച്ചായ്ക്കാൻ ഒരു ഇടം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഉപയോഗപ്രദമാകാവുന്ന ഒരു പദ്ധതിയും നടപ്പാക്കാത്ത ഭരണസമിതിയാണ് കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിൽ ഉണ്ടായിരുന്നതെന്ന് UDF പ്രതിനിധി ജോജോ പിണ്ടിയാൻ പറയുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണസമിതിയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഗ്രാന്റിന്റെ ഇനത്തിലൊക്കെ കഴിഞ്ഞ വർഷം 6.5 കോടി രൂപയും ഈ സാമ്പത്തിക വർഷം ഏകദേശം 4 കോടി രൂപയിലധികം ചെലവഴിക്കാതെ നശിപ്പിച്ചു കളഞ്ഞ ഒരു ഭരണസമിതിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഒരുപാട് പദ്ധതികൾ സർക്കാരിന്റെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്നും ലഭിച്ച് 10 ലക്ഷം രൂപ വഴിയിടം എന്ന ഒരു പദ്ധതിക്ക് വേണ്ടി അനുവദിക്കുകയുണ്ടായി. ഇതിൽ വെറും 10,000 രൂപ മാത്രമാണ് പഞ്ചായത്തിന് ടോക്കൺ മണിയായിട്ട് ആ പദ്ധതിയിൽ വെക്കേണ്ടതുള്ളൂ. അതുപോലും സമയബന്ധിതമായി സ്ഥലം കണ്ടെത്തി പണി തീർക്കാൻ കഴിയാത്ത ഒരു കഴിവുകെട്ട ഭരണസമിതി എന്ന് തന്നെ വളരെ ഖേദപൂർവ്വം ഈ ഭരണസമിതിയെ വിലയിരുത്തേണ്ടി വരും. അതുപോലെ തന്നെ റോഡുകളുടെ കാര്യത്തിലായാലും പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും പഞ്ചായത്ത് റോഡുകൾ തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. പല പദ്ധതികളും നടപ്പാക്കാതെ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ ഭരണസമിതി വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ഏറ്റവും മോശപ്പെട്ട ഭരണസമിതിയായിരുന്നുവെന്ന് BJP പ്രതിനിധി അരുൺ VB പറയുന്നു. 2020 ഡിസംബറിൽ അധികാരത്തിൽ വന്ന വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ LDF ഭരണസമിതി നിരവധി പുതിയ പ്രൊജക്ടുകളൊക്കെ കൊണ്ടുവന്നെങ്കിലും മിക്ക പ്രൊജക്ടുകളും ഫ്ലോപ്പായിരുന്നു. സാധാരണക്കാരന് ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്ടുകളും കൃത്യമായി നടപ്പിൽ വരുത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. അതിലെടുത്തു പറയേണ്ട കാര്യം 2024-25 വാർഷിക പദ്ധതിയിലെ ഏകദേശം 6.5 കോടി രൂപയോളം വരുന്ന
സമയബന്ധിതമായി പ്രൊജക്ട് നടപ്പിലാക്കാത്തത് കൊണ്ട് ഈ ഫണ്ട് ലാപ്സായി പോകുന്നൊരു സമയമുണ്ടായിരുന്നു. ഏകദേശം നമ്മുടെ വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡുകളിലേക്കും ഗുണകരമാകുന്ന നിരവധി പ്രൊജക്ടുകളാണ് സമയബന്ധിതമായി നടപ്പിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് പിന്നീട് സ്പില്ലോവറായി 6.5 കോടി രൂപയോളം നഷ്ടപ്പെട്ടത്. കൊടകര ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പ് വിജയികൾക്ക് സമ്മാനദാനം നടത്തി. സ്വർണ്ണ ചെയിൻ നേടിയ ശിവൻ വാസുപുരത്തിനും മലേഷ്യൻ ട്രിപ്പിന് അർഹയായ ശ്രീബാല ആനന്ദപുരത്തിനും ഇഷാര ചെയർമാൻ രാജൻ ചെമ്പാറ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. MD സാഗർ പോട്ടയിൽ, സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ചിറയോരം ടൂറിസത്തിൽ ICL ഫിൻകോർപ്പിന്റെ സഹകരണത്തോടുകൂടി ബോട്ടിംഗും ആരംഭിച്ചു. മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് J. ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ICL ഫിൻകോർ ഡയറക്ടർ ഹരീന്ദ്രനാഥ്, ഓപ്പറേഷൻ മാനേജർ ബാബു, റെജി പോൾ, സാം സെബാസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ KU വിജയൻ, ഭരണസമിതി അംഗം തോമസ് തൊകലത്ത്, വെള്ളൂക്കര ഗ്രാമപഞ്ചായത്ത് അംഗം ലീന മുരിയാട്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AS സുനിൽകുമാർ, നിജി വത്സൻ, ശ്രീജിത്ത് പട്ടത്ത്, റോസ്മി ജയേഷ്, മണി സജ്ജയൻ, നികിത അനൂപ്, സെക്രട്ടറി M. ശാലിനി തുടങ്ങിയവർ സന്നിഹിതരായി. ദിവസവും വൈകിട്ട് 4:30 മുതൽ 6:30 വരെയാണ് ബോട്ടിംഗ് സൗകര്യം ഉണ്ടായിരിക്കുക. 4 പേർക്കിരിക്കാവുന്ന 4 പെഡൽ ബോട്ടുകളാണ് ഇപ്പോൾ സർവീസ് ആരംഭിച്ചിട്ടുള്ളത്. നമ്മുടെ മുരിയാടും അനുബന്ധ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സായന്തനങ്ങൾ അതിമനോഹരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രം ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മളെല്ലാവരും പങ്കുവയ്ക്കുകയാണ്. വളരെയധികം മാനസികോല്ലാസം പകരുന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. 3-ാം ഘട്ടത്തിൽ 2 കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. 1 ബോട്ടിങ്ങും 2 ചിൽഡ്രൻസ് പാർക്കും. ചിൽഡ്രൻസ് പാർക്കിന്റെ നിർമ്മാണം തൊട്ടപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു. ബോട്ടിംഗ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ്. ബോട്ടിംഗ് തുടങ്ങാൻ ഞങ്ങൾ ആലോചിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ തപ്പുകയായിരുന്നു. കാരണം പദ്ധതിയിൽ അതിനുള്ള പണം ഇല്ല. പിന്നെ എങ്ങനെ ബോട്ടിംഗ് തുടങ്ങാൻ കഴിയും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനിൽകുമാർ സാറിനെ കാണുകയും അനിൽകുമാർ സാറിന്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത്. അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു, നിങ്ങൾ എപ്പോഴാണോ അവിടെ ബോട്ടിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് തന്നെ അവിടെ തുടങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞു. അദ്ദേഹം ഒരു വാക്കുകൂടി കടത്തി പറഞ്ഞു. ഞാൻ പറഞ്ഞു 2026 മാർച്ച് മാസത്തിലാണ് അത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞത്, ജോസെ എത്ര നാളിന് ഈ കാലാവധി ഉണ്ട്? നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ കൊരേച്ചാൽ ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ക്ഷേത്രം മേൽശാന്തി വെങ്ങിഴ്ശ്ശേരി പുരുഷോത്തമൻ നമ്പൂതിരി, പ്രസിഡന്റ് കൊച്ചുണ്ണി കെ കർത്ത, സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, ജോയിന്റ് സെക്രട്ടറി ബാബു കൗങ്ങാംപിള്ളി, കമ്മിറ്റി അംഗങ്ങളായ ശൈലജൻ പാറമേക്കാടൻ, ദേവകി സിദ്ധാർത്ഥൻ, ശ്രീലത മോഹനൻ, സുശീല പ്രേംലാൽ, ഭഗിനി മണ്ഡൽ പ്രസിഡന്റ് സരസ സുരേഷ്, സെക്രട്ടറി ഷീല രാജൻ, ട്രഷറർ വത്സ തച്ചപ്പിള്ളി എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി. ഇനി കാലാവസ്ഥ. ഇന്ന് കൂടിയ ചൂട് 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. അളഗപ്പ നഗർ പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യന്റെ ഒഴിവുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് നേടിയ DMLT, അംഗീകൃത DME അല്ലെങ്കിൽ അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള BSc, MLT, കേരള പാരാമെഡിക്കൽ കൗൺസിൽ അംഗത്വം, രജിസ്ട്രേഷൻ നിർബന്ധം. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് അംഗീകൃത ലബോറട്ടറിയിൽ കുറഞ്ഞത് 1 വർഷ പ്രവൃത്തി പരിചയം ഉണ്ടാകണം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നവംബർ 3 രാവിലെ 11 മണിക്ക് അളഗപ്പ നഗർ കുടുംബാരോഗ്യ കേന്ദ്രം ഓഫീസിൽ വെച്ച് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം.
സ്വർണം ഗ്രാമിന് 11,245 രൂപ, പവന് 89,960 രൂപ. വല്ലൂർ നടാംപാടം കൊല്ലാട്ടിൽ കുട്ടൻ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഓർമ്മകളിൽ ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ നവീകരിച്ച ഡയാലിസിസ് യൂണിറ്റിന്റെയും ഷിഫ്റ്റ് ആരംഭിക്കുന്നതിന്റെയും ഉദ്ഘാടനം കെ രാമചന്ദ്രൻ MLA നിർവഹിച്ചു. ലഹരിക്കെതിരെ കൂട്ടയോട്ടം നടത്തി പുതുക്കാട് പോലീസും നന്ദിക്കര GVHSS SPC യൂണിറ്റും. ₹1 കോടി ചിലവിൽ നിർമ്മിക്കുന്ന പുതുക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിടത്തിന് തറക്കല്ലിട്ടു. ആമ്പല്ലൂർ സെന്ററിൽ ലോറിയുടെ സൈഡിൽ സ്കൂട്ടർ തട്ടി അപകടം. വരന്തരപ്പള്ളി സ്വദേശിക്ക് പരിക്ക്. ഒല്ലൂരിൽ KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.